വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും. വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് 1960. കൊണ്ടാഴി കൂട്ടിൽമുക്ക് ചെക്ക് ഡാം. കാലവർഷത്തിൽ മഴ കനക്കുമ്പോൾ ചെക്ക് ഡാം ഷട്ടറുകൾ തുറക്കണമെന്ന ആവശ്യവുമായി ഭയാശങ്കയോടെ നെൽകർഷകർ. കൊണ്ടാഴി കൂട്ടിൽമുക്ക് തടയണയിലെ ഷട്ടറുകൾ ഉയർത്താത്തതുമൂലം നെൽകർഷകർ ഭയാശങ്കയിലാണ്. ചെക്ക് ഡാമിലെ ഷട്ടറുകൾ തുറക്കാത്ത പക്ഷം കൊണ്ടാഴി പാറമേൽപ്പടി പള്ളിമുക്ക് ഭാഗത്തെ നെൽവയലുകളിൽ വെള്ളം കയറുകയാണ് പതിവ്. മഴ കൂടുന്ന പക്ഷം പുഴയിൽ വെള്ളം അധികമാവുകയും പിന്നീട് ഷട്ടറുകൾ തുറക്കാൻ പറ്റാത്ത അവസ്ഥയും ഉണ്ടാവാറുണ്ട്. തന്മൂലം എത്രയും പെട്ടെന്ന് ഷട്ടറുകൾ മുഴുവൻ തുറന്നു വയ്ക്കുവാൻ അധികൃതർ തയ്യാറാവണമെന്നാണ് കർഷകരുടെ അഭ്യർത്ഥന. പാലക്കാട് ഡാം ആൻഡ് ഇറിഗേഷൻ അധികാരികളുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട ഈ കൂട്ടിൽമുക്ക് തടയണയിലെ ഷട്ടറുകൾ തുറക്കണമെന്ന് എല്ലാ കാലവർഷത്തിനു മുമ്പ് അധികൃതരെ അറിയിക്കുമെങ്കിലും ഉത്തരവാദിത്വം നിറവേറ്റാൻ അവർക്ക് മടിയാണെന്നും കർഷകർ ആരോപിക്കുന്നുണ്ട്. ഗായത്രി പുഴയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ വയലേലകൾ വീണ്ടും മുങ്ങി കൃഷിനാശം സംഭവിക്കുമോ എന്ന ഭയപ്പാടിലാണ് വിവിധ പാടശേഖര സമിതിയിലെ കർഷകർ നിലകൊള്ളുന്നത്. മായന്നൂർ മടത്തിൽപ്പടി പാടശേഖര സമിതി സെക്രട്ടറി എസ് രാമകൃഷ്ണൻ കർഷകരുടെ പ്രയാസങ്ങൾ വിവരിക്കുന്നു. ഞാൻ കൊണ്ടാഴി കൃഷിഭവന്റെ മടത്തിൽപ്പടി കർഷക സമിതി സെക്രട്ടറിയാണ്. ഇവിടെ ഇപ്പോൾ ഈ ചെക്ക് ഡാം തുറക്കാത്തത് കാരണം നമ്മുടെ കൂട്ടിൽമുക്ക് ഭാഗവും മടത്തിൽപ്പടിയുടെ ഒരു പകുതി പാടശേഖരത്തിലും മേലെ വെള്ളം ഭാരതപ്പുഴയും ചീരക്കുഴിപ്പുഴയും കൂട്ടിൽമുക്ക് എന്ന സ്ഥലത്ത് മുട്ടുകയും അത് മേപ്പെട്ട് വെള്ളം കയറി കൊണ്ടാഴിയുടെ പല ഭാഗത്തും വെള്ളം കയറുവാനുള്ള ഒരു അവസരം ഉണ്ടാവും. ഞാനിത് ബഹുമാനപ്പെട്ട ഒരു ദിവസം ആ കൂട്ടിൽമുക്ക് നിവാസികൾ രാമശേട്ടൻ സെക്രട്ടറിയല്ലേ MLA ഒന്ന് വിളിച്ച് പറയുമെന്ന് പറയുമ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട പ്രദീപനെ വിളിച്ചിട്ട് ഇവരെ ധരിപ്പിക്കുകയുണ്ടായി. പിന്നെ അത് പാലക്കാട് ജില്ലയിൽ നിന്നാണ് തുറക്കേണ്ടതെന്നാണ് നമ്മുടെ അറിവ്. അത് ബഹുമാനപ്പെട്ട MLA സാർ എത്രയും ഇടപെട്ട് തുറന്നില്ലെങ്കിൽ കാലവർഷം വരികയാണെങ്കിൽ നമുക്ക് വൻ നാശനഷ്ടം ഉണ്ടാവും. അതുകൊണ്ട് അതൊന്ന് പ്രത്യേക അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ അങ്ങ് ശ്രമിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. CCV ന്യൂസ്, കൊണ്ടാഴി.